അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളി 2 പോളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. ആദ്യം ക്യാരറ്റ് പോള തയ്യാറാക്കുന്നത്. അതിനായിട്ട് 3 മീഡിയം സൈസുള്ള ക്യാരറ്റ് തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്തതാണ്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുക. ഇത് പുഴുങ്ങിയിട്ടും ഉണ്ടാക്കും, അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടെടുത്തിന്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കുക. ഗീ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വാട്ടിയിട്ട് എടുക്കാം. ക്യാരറ്റ് ഒന്ന് നെയ്യിൽ കിടന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരും, അതുവരെ ഒന്ന് വാട്ടിയിട്ട് എടുക്കാം. ക്യാരറ്റ് കുറച്ച് സോഫ്റ്റായിട്ട് വന്നിനി. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റാകുന്ന വരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിനുശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയ ശേഷം ബാക്കിയുള്ള മിക്സ് തയ്യാറാക്കുക. ഇനി മുട്ടയുടെ മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. 3 മീഡിയം സൈസ് ക്യാരറ്റിന് 4 മുട്ടയാണ് ഞാൻ ചേർക്കാറ്. അതാണ് കറക്റ്റ് അളവ്. ക്യാരറ്റ് കുറച്ച് കുറഞ്ഞ പോലൊന്നും കുഴപ്പമില്ല. എന്നിട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് മധുരം കുറവാണ് വേണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ക്യാരറ്റിലും മധുരം ചേർത്ത് കൊടുത്തിന്, അതുകൊണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5 ഏലക്കായ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ഇല്ലെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അളവിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അടിച്ചെടുത്ത ശേഷം നമ്മൾ ക്യാരറ്റ് മിക്സ് ഒന്ന് തണിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ ക്യാരറ്റ് ഇതിലേക്ക് മുട്ടൻ്റെ മിക്സിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കുക. അതായത് നന്നായിട്ട് അടിക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ കുംസിയൽ ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് അടിഭാഗത്ത് കുറച്ച് ഗീ ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കുക. ഗീ അപ്ലൈ ആക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് ഒന്ന് വേഗം തന്നെ ഒന്ന് ഇളക്കി കിട്ടും, അതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മളെ മിക്സ് ഒഴിച്ചെടുക്കുക. കണ്ടില്ലേ, ക്യാരറ്റ് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടേലോ, ഫുള്ളായിട്ടൊന്നും അടിച്ചെടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ബദാമോ മുന്തിരിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് ബദാം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തതാണ്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഏറ്റവും ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. 20 മിനിറ്റിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് നടുഭാഗത്തുനിന്ന് കുത്തി നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. ഇത് പോള ആയിട്ട് ഒന്ന് പാത്രത്തിലേക്ക് തട്ടുന്ന വീഡിയോ ഒന്ന് കട്ടായിപ്പോയി. ഇത് ചൂടലാറിയ ശേഷം ഞാൻ കട്ട് ചെയ്തിട്ടെടുത്തതാണ്. നല്ല ടേസ്റ്റിൽ എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് കടലക്കപ്പരിപ്പ് വെച്ചിട്ടുള്ള ഒരു പോളൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ കടലക്കപ്പരിപ്പ് ഞാൻ 2 മണിക്കൂർ അളവിലൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 4 ടേബിൾ സ്പൂൺ അളവിൽ കടലക്കപ്പരിപ്പ്. അത് ഇനി 2 മണിക്കൂറിന് ശേഷം ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം. ഇത് വെന്ത് കിട്ടിയ ശേഷം ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയതാ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടീനി. ഇനി മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ വേവിച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 5 മുട്ട വേണം നമുക്ക്. 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ അളവിൽ കടലക്കപ്പരിപ്പിന് 5 മുട്ടയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. 5 മുട്ട നമ്മളെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കുക. ഇനി മധുരത്തിനായിട്ട് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അത് മധുരം കുറച്ച് കുറവായിരിക്കും. നല്ല മധുരം വേണമെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ മധുരം ചേർത്ത് കൊടുക്കുക. മധുരമെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. പൊടിയില്ലെങ്കിൽ ഒരു 4-5 ഏലക്കായ് ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ആ ടൈം നമുക്ക് ഇത് സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് കുറച്ച് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. മുന്തിരി അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ കാഷ്യൂസ് ഏത് വേണമെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് റോസ്റ്റായ ശേഷം ഒന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ അടിച്ചെടുത്ത പരിപ്പ് മുട്ടിയിട്ട മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 10 മിനിറ്റെല്ലാം കഴിയുമ്പോൾ ഏകദേശം സെറ്റായിട്ട് കിട്ടും. ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക്
നമ്മൾ വറുത്ത് വെച്ച മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എൻ്റെ മേൽഭാഗം കുറച്ച് സെറ്റായിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, ഫുള്ളായിട്ട് സെറ്റായിട്ടില്ല. ഞാൻ മുന്തിരി ഇങ്ങനെ വെച്ച് കൊടുത്തിന്. ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് കറക്റ്റ് എന്ന് പറയുന്നത് 15 to 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിലാണ് വരാനേ. നിങ്ങളൊന്ന് കത്തി വെച്ചിട്ട് നടുഭാഗത്തൊന്ന് കുത്തി നോക്കിയ ശേഷം ഒട്ടിപ്പിടിക്കാണ്ട് വന്നെങ്കിൽ കുക്കായി കിട്ടും, നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ശേഷം ചൂടാറിയ ശേഷം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കടലക്ക പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെന്നൊന്നും പറയില്ല, നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച 2 റെസിപ്പീസും നിങ്ങൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഈ റമളാനെല്ലാം. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.